ഹലോ. എന്നും ഒരേപോലെ ഫുഡ് ചോറൊക്കെ കഴിച്ച് മടുത്തെങ്കിൽ ഇടയ്ക്കൊരു വെറൈറ്റിയൊക്കെ വേണ്ടേ? അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എപ്പോഴും ഒരുപോലെ കഴിക്കാതെ നമ്മുടേതായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് മാറ്റിപ്പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് മാറ്റി ട്രൈ ചെയ്ത് കഴിച്ചാലോ എന്ന്. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു ഒരു ഉള്ളിച്ചോറങ്ങ് ഉണ്ടാക്കി കഴിച്ചാലോ എന്ന്. എന്താ പറയുക, നമ്മൾ ഉള്ളിച്ചോറ് അല്ലെങ്കിൽ മുട്ടച്ചോറ്, തക്കാളിച്ചോറ്, അങ്ങനെ കുറേ കണ്ടുപിടുത്തങ്ങളുണ്ട്. ഇതിന് ഞാൻ ഫസ്റ്റ് ഒരു അറ്റംപ്റ്റാണ് ഉള്ളിച്ചോറ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ ചോറ് വയ്ക്കുന്നുണ്ട്, കഴിക്കുന്നുണ്ട്, ഒരു കറി ഉണ്ടാക്കണം. അപ്പോൾ പിന്നെ രണ്ടും കൂടെ ഒന്നിച്ചായാലും എന്താ കുഴപ്പം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉള്ളിയെല്ലാം പൊളിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ കരണ്ടും പോയി. അപ്പോൾ കുറച്ച് നവരസങ്ങളൊക്കെ ആവാം. ഞാൻ വീണ്ടും ഉള്ളി വിളിക്കാൻ തുടങ്ങി. പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്, ഉള്ളി വിളിക്കുമ്പം പിച്ചാത്തിയുടെ അറ്റത്ത് ഒരു കുഞ്ഞുള്ളി കുത്തി വെച്ചാൽ കണ്ണരിയില്ലാന്ന്. ഞാൻ പച്ചക്കറി അരിയുമ്പോഴോ ഉള്ളി വിളിക്കുമ്പോഴും ചപ്പാത്തി പരത്തുമ്പോഴും എന്ത് ചെയ്താലും ഞാൻ ഈ ഒരു സ്ലാബിൻ്റെ മണ്ടയ്ക്ക് കയറിയിരുന്ന കേട്ടോ ചെയ്യുന്നത്. എന്താണെന്നറിയില്ല, അങ്ങനെ മണ്ടയ്ക്ക് കയറുന്ന ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര മനസ്സുഖം കിട്ടാറുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും അവിടെ കയറിയിരുന്ന്, പിന്നെ ഇപ്പോൾ പണിയൊന്നും ഇല്ലെങ്കിലും അമ്മ എന്തെങ്കിലും ചെയ്യുമ്പോഴും ഞാൻ അവിടെ കയറിയിരുന്ന് വർത്തമാനം പറയും. അതൊക്കെ ഒരു രസമാണ്. പിന്നെ പറഞ്ഞു വന്നത്, ഉള്ളിയെല്ലാം നല്ലപോലെ പൊളിച്ച് കഴുകി വെള്ളത്തിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് വേപ്പില, പിന്നെ അതൊക്കെ ഒന്ന് കുഞ്ഞു കുഞ്ഞു കുഞ്ഞാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് എന്തോരം ആവശ്യമുണ്ടോ അത്ര എടുക്കണം. ഞാനിപ്പോൾ എന്തായാലും രാത്രി ആയതുകൊണ്ട് വളരെ കുറച്ച് മതി, ലൈറ്റ് ഫുഡ്. നേരെ ഉള്ളിയെല്ലാം കൂടെ ഇട്ട് വഴറ്റിയെടുത്ത് അതിനകത്തോട്ട് ആവശ്യത്തിന് പൊടികളായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് പൊടി, മസാലപ്പൊടി വേണ്ടല്ലേ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, എന്തറിയാം, മസാലപ്പൊടി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പിന്നെ അതൊന്ന് വാടുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് കുറച്ച് ഡൂപ്ലിക്കേറ്റ് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇടയ്ക്ക് കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ആ ടിന്ന് നിറയെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അഞ്ചാറെണ്ണം വെച്ച് തിന്നു അത്രയായിരുന്നു. പിന്നെ നമ്മുടെ ഉള്ളിയൊക്കെ വാടിയപ്പോൾ ഞാൻ അതിലേക്ക് ചോറിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ചോറിട്ടപ്പോൾ കുറച്ച് കഞ്ഞിവെള്ളം കൂടി ആയിട്ട് ഇട്ട് കൊടുത്തത്. അതാണ് ആകെ കിട്ടിയൊരു ഫ്ലോപ്പ്. നോർമലായിട്ട് ഇട്ട് കൊടുക്കാമായിരുന്നെങ്കിൽ സെറ്റായാണ്. അപ്പോൾ സംഭവം എന്തായാലും ടേസ്റ്റായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ, ബൈ.